നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുന്നതും കാലവർഷത്തെ സ്വാധീനിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 1 വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഇത്തവണയും മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതും ഫണ്ടിനായുള്ള കാത്തിരിപ്പുമാണ് പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചത്. തലസ്ഥാന നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇപ്പോഴും ജനങ്ങൾ മാലിന്യം വലിച്ചെറിയുകയാണ്. തദ്ദേശ ആരോഗ്യ മൃഗസംരക്ഷണം, വാട്ടർ അതോറിറ്റി, KSEB, PWD തുടങ്ങിയ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കൂ. തദ്ദേശ ആരോഗ്യ വകുപ്പുകൾക്കാണ് ഇതിൽ പ്രധാന പങ്ക്. കാലവർഷത്തിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും പാലിച്ചിട്ടുമില്ല. ഓടകൾ ശുചീകരിക്കൽ, നീർച്ചാലുകളും ജലാശയങ്ങളും വൃത്തിയാക്കൽ, ട്രൈ ഡേ ആചരിക്കൽ തുടങ്ങി സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ ഒന്നും പല പഞ്ചായത്തുകളിലും അടക്കം നടന്നിട്ടുമില്ല. കാലവർഷം എത്തി ദുരിതപ്പെയ്ത് തുടരുമ്പോഴാണ് ഇന്ന് പലരും മഴക്കാല പൂർവ്വ ശുചീകരണത്തെപ്പറ്റി ആലോചിക്കുന്നത് പോലും.